അപ്പൊ നമ്മുടെ ശംഭു വന്നിട്ടുണ്ട്. ശംഭു എന്തൊക്കെയാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് എന്തൊക്കെയാ പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇളനീരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മമ്മിക്കും ഞങ്ങൾക്കൊക്കെ. ഹലോ ഹലോ പറ. എന്തെങ്ങനെ ഇരിക്കണ്? ശംഭുവിനെ ഇങ്ങനെ പിടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. എന്നെ അതിൽ കൃഷ്ണ എപ്പോഴും തെറ്റിക്കോ. പിന്നെന്തൊക്കെ? എന്റെ അമ്മമ്മ എവിടെ? എവിടെ? പച്ചക്കറി ഒക്കെ കൊടുത്തിരിക്കുന്നു. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് സുന്ദര കുട്ടപ്പൻ. ഗൈസ്, അപ്പോ നമ്മുടെ മമ്മി ഉണ്ണിയും പോവാനുള്ള പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഗൈസ്, അപ്പൊ നിങ്ങൾ ഈ ഒരു ഡ്രസ്സും ഇതൊന്നും കണ്ടിട്ട് എന്താന്ന് വിചാരിക്കരുത്, നമ്മൾ വഴിയെ പറയാം. ഓക്കെ, ഇപ്പം എന്തായാലും ഇത് കാണിക്കൂ. അങ്ങനെ അവിടെ ഇരുന്നോ വേണമെങ്കിൽ. അവിടെ നിന്നു. ഇത് മമ്മിയുടെ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പോയിട്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. സുന്ദരി ഫോൺ അടിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇങ്ങടാ ഇപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവാട്ടോ. ഹോസ്പിറ്റലിലേക്കല്ല, ഡോക്ടറെ അടുത്തേക്ക്. ഇതിന് ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കഥ ഉണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ് പറയാം. ഓക്കെ, ബൈ. ഞാനൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇവിടെ അച്ഛനും മോളും കൂടെ ഇവിടെ കിടക്കുവാണ്. മമ്മിക്കാണെങ്കിൽ പാവം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അമ്മച്ചനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ. എപ്പോൾ വന്നാലും ഈ ഒരു കെട്ടിപ്പിടിച്ച് കിടക്കലുണ്ട്. ഹായ് മോളെ. ഇങ്ങനെയാണ് ഇവരുടെ വിഷമം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും. സംസാരിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ വീണ്ടും ഒരു പാക്കിംഗ് വീഡിയോ ആണ്. വീണ്ടും നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ്. അപ്പൊ ഞാനും മമ്മിയും കൂടിയാണ് പോണത്. എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോണത്. എന്താണ് എവിടേക്കാണെന്നൊക്കെ വരും വീഡിയോസിലല്ല, കുറച്ച് ഇതൊന്ന് സെറ്റ് ആയിട്ട് നമ്മൾ പറയാം. സോ എന്തായാലും നല്ലൊരു കാര്യത്തിനാണ്. എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം കൂടെ വേണം. എന്തായാലും വരും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ റിവീൽ ചെയ്യാട്ടോ, എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. സോ ഞാനും മമ്മിയും കൂടിയാണ് പോണത്. ഇപ്പൊ ഓൾമോസ്റ്റ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഇതുണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ള പാക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ ആസ് യൂഷ്വൽ നമ്മള് ഇവിടെ ഷിംലയിൽ പോയിട്ട് എനിക്ക് പാക്ക് ചെയ്ത് പരിചയമായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ക്യാരി ബാഗ്സിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പാക്ക് ചെയ്തിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് സിബൊക്കെ ഇതാക്കിയിട്ട് സെറ്റ് ആക്കി വെക്കും. ഈ ഒരു 2 ബാഗ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മമ്മി അവിടെ എന്തൊക്കെയോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മിയുടെ ഒരു സെക്ഷനിലോട്ടേ ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ എന്റെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കാം. കുട്ടി അമ്മച്ചനും കൂടെ പൊരിഞ്ഞ കാറ് കഴുകലൊക്കെയാണ്. അപ്പൊ എന്തായാലും ഒന്ന് കാണിച്ചു. ഇവിടെ ഒരാള് പാക്കിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെടുത്തിട്ടുണ്ട്. അത് ഉണ്ണിയല്ലേ. ഉണ്ണിയൊന്നും മരുന്ന് കഴിക്കുന്നില്ല. മുടി പൊട്ടിപ്പോ നല്ല രസമുണ്ടല്ലോ. നോക്കട്ടെ തീശി. ഓക്കെ, ഇവിടെ ഒരാൾ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾ പൊരിഞ്ഞ പാക്കിംഗ് ആണ്. ഈ ബാഗ് തപ്പി നടക്കുകയായിരുന്നു കേട്ടോ നമ്മള്. ഇത് പപ്പയുടെ ബാഗാണ്. ബാഗ് കാണാതെ നല്ല വിഷമിച്ചു. നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തുണ്ടായിരുന്നു ബാഗ്. ധന്യമോളുടെ അടുത്തുണ്ടായിരുന്നു. ഓക്കെ വാവക്കുട്ടി. ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതെൻ്റെ അപ്പം എൻ്റെ ലഗേജും അതേപോലെ അമ്മയുടെ ലഗേജും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവര് യാത്ര പറയാണ്. വാവക്കുട്ടി ബൈ. മിസ് ചെയ്യോ? അവള് വേണ്ട മമ്മീനെ എന്നെ മിസ് ചെയ്യില്ല അത്ര.
അപ്പൊ മമ്മി പറഞ്ഞു കൊടുത്തിട്ട് പറയണം. അല്ലല്ല, ഇല്ല, നേരത്തെ അവൾ എന്നോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളെ മിസ് ചെയ്യോ ആ കുട്ടി ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല മമ്മീനെ മാത്രമേ മിസ് ചെയ്യുള്ളൂ, നിന്നെ മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. മമ്മീനെ ഡെയിലി കാണണം ഗൈസ്. ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് പോവാവുന്നതേ ഉള്ളൂ, പക്ഷെ എനിക്ക് എന്തോ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര എനിക്ക് എന്തോ മെന്റലി ഞാൻ ഓക്കെ അല്ല. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഓക്കെ അല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ മമ്മീനെയും വിളിച്ച് കൊണ്ടുപോകണേ. മമ്മിക്ക് ഒട്ടും താല്പര്യമില്ല കുട്ടീനെ ഇവിടെ ഇട്ടിട്ട് വരണം എന്ന് ഒട്ടും താല്പര്യമില്ല. പക്ഷെ മമ്മിക്കും ഒന്ന് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയി ഒന്ന് ഇവിടെ നിന്നൊന്ന് മാറിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. മമ്മി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അതാണ് മമ്മി വരുന്നത്. അതെ, എന്താ കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് എനിക്ക് സെം എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പിന്നെ എനിക്ക് വയറുവേദന വരുന്ന ടൈമാണ്. ആ സമയത്തൊക്കെ മമ്മി ഉണ്ണിയൊന്നും ഇല്ലാണ്ട് ഉണ്ണിയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നോക്കുകയൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ മമ്മി ആണെങ്കിലും ഉണ്ണി ആണെങ്കിലും എന്നെ നോക്കും. ഒറ്റയ്ക്ക് എന്താ ഇവിടെ കാട്ടുന്നത് എനിക്കറിയില്ല. ഒറ്റയ്ക്കല്ല, കൂട്ടിന് അമ്മമ്മി അമ്മച്ചനും എല്ലാരും ഉണ്ട്. അമ്മമ്മി അമ്മച്ചനും പിന്നെ ഇവിടെ വരുന്ന ആന്റി ഒക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഇവരൊന്നും ഇല്ലാണ്ട് ഞാൻ ഇതെങ്കിലും സർവൈവ് ചെയ്യുന്ന എനിക്കറിയില്ല. കാരണം ഇവർക്കെല്ലാം അറിയുള്ളൂ എൻ്റെ ഒരു വേദനയോ അങ്ങനൊന്നും വരാതിരിക്കട്ടെ. കാരണം ഇപ്പൊ ഹോമിയോ മരുന്ന് കഴിച്ച് ഒരു ടൈമല്ലേ, അപ്പൊ ഇപ്രാവശ്യം വരാതിരുന്നാ മതിയായിരുന്നു. പിന്നെ കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ വെള്ളമായിരിക്കുന്നത്. അവള് കാറ് സുട്ടപ്പനിലാട്ടോ പോണു. അപ്പൊ സുട്ടപ്പൻ കഴുകിയിട്ടാണ് പപ്പ പോയിട്ട് വരാം. ബൈ. ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ വെക്കണല്ലോ അമ്മേ. പോയിട്ട് വരാട്ടാ. പോയിട്ട് വരാട്ടാ. ഞാൻ കാറൊക്കെ സുന്ദരനാക്കിയിട്ടുണ്ട്. അമ്മച്ചൻ എൻ്റെ ഹെൽപ്പറായിരുന്നു ഇടയ്ക്ക്. യോസോഫിയാനൊക്കെ ഞാൻ അമ്മച്ചൻ വന്നതാട്ടോ. ഞാൻ ഇവിടെ അങ്ങനെ പുറത്തിരിക്കണ്ടായിരുന്നു, ഇപ്പോൾ വന്നതാണ്. ഓക്കെ, എന്തായാലും പോട്ടെ വരും. വാവക്കുട്ടി പോയിട്ട് വരാട്ടാ. വിശപ്പിക്കണ്ടാട്ടാ, വേഗം പോയിട്ട് വരാം. നോക്കിയിരിക്കണം കേട്ടോ. കൈ കണ്ട കെട്ടിപ്പിടിക്കാൻ പോകണ്ട ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ കൈ കെട്ടി എന്താ കൈ അവിടെ വയ്ക്കുന്നത്? കെട്ടിപ്പിടിക്കും. എന്താ കെട്ടിപ്പിടിക്കടി. ശരി, നോക്കിയിരിക്കേ. ഇല്ല ഇല്ല, മമ്മി എല്ലാം എടുത്ത് ഇറങ്ങിക്കോണം. അമ്മച്ചനെ നോക്കണം ട്ടാ. കുട്ടീനെ നോക്കണം, കുട്ടീനെ നോക്കണം ട്ടാ. ശരി ട്ടാ. അപ്പോൾ ഉണ്ണിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അവിടെ കൂടെ എത്തുമ്പോഴത്തേനും വിശക്കുന്നു പറഞ്ഞു. വാവച്ചി വിളിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാ? കുഞ്ഞിന് തരാതെ പൊറോട്ട കഴിക്കണില്ലേ? ആരെ കുഞ്ഞിന് തരാതെ പൊറോട്ട കഴിക്കണ വിവരം അറിഞ്ഞേ? നിങ്ങൾ തന്നെ കഴിക്കണ. അതിനാരെ പറഞ്ഞ നമ്മുടെ കുട്ടിയുടെ അടുത്ത്? എനിക്കെല്ലാം അവിടെ ഇരുന്ന് മനസ്സിലാവുന്നുണ്ട്. ആരെ സ്നാപ്പ് അയച്ചോ? പിന്നെ എന്നെ അറിഞ്ഞേ? എനിക്ക് ആരെ വിളിച്ച്? നിങ്ങളുടെ ഡ്രൈവർ. അതെയോ? മെസ്സേജ് വിളിച്ചോ? അവർക്ക് വിശക്കണു പറഞ്ഞിട്ടേ കഴിക്കാൻ പോയി. എന്റെ അടുത്ത് പൊറോട്ട വേണോ മനുഷ്യനെ പൊരിച്ചത് വേണോ ചോദിക്കുക. മനുഷ്യനെ പൊരിച്ചതൊക്കെ ഉണ്ടോ? ആ, എന്നിട്ട് വേണം പറഞ്ഞപ്പോ കേരളല്ലേ അതൊക്കെ ശരി കഴിക്കാൻ സമയമായി പറഞ്ഞിട്ട് വെച്ചിരിക്കുക.
അങ്ങനെയൊക്കെ ചെയ്തോ? ഉം. മമ്മി പോയിട്ടില്ല, അവര് മാത്രമേ പോയിട്ടുള്ളൂ. വാവക്കുട്ടി, ആരൊക്കെ? ഉണ്ണിയും മറ്റേ നസിലും വേറെ കുട്ടിയും. മമ്മി വണ്ടിയിലിരിക്കുക? ആ എന്നാ മമ്മി അവര് വരുമ്പോ കൊടുത്തയക്കി എന്ത് ഫുഡ്. ഏ ഫുഡ് എന്താ വേണ്ട? ഫുഡ് എന്താ വേണ്ട കുട്ടിക്ക്? ആ കുട്ടി ചീത്ത അറിയണണ്ട, ആ കുട്ടി സീനാണ് കേട്ടോ. ആര്? അപ്പൊ ഞാൻ വാക്കുട്ടീന് വീഡിയോ എടുത്ത് തരണേരേ. വീഡിയോ എടുത്തിരുന്നോ? എന്റെ മെസ്സേജ് നോക്കാണ്ട്. ശരി. മമ്മിക്ക് തലവേന ഇളകിയേ, ഛർദിക്കാനൊക്കെ വന്നപ്പോ മമ്മി മിണ്ടാണ്ട് ഫോണ് കാറൊന്നും നോക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇരുന്നു. അപ്പൊ ആന്റെ നമ്പർ അയക്കിട്ടോ. ശരി പൊന്നാന്നാ. എനിക്ക് പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്കിങ്ങനെ ഹോസ്റ്റൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇത് ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ, പക്ഷെ ഞാൻ മമ്മീനെ വിളിച്ചു കൊടുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ എനിക്കൊരു സമാധാനം തരാതെ എന്നെ കൊണ്ടുവന്നതാട്ടോ. പിന്നെ ഞാനും ഓർത്തു പാവം ഇവിടെ മമ്മിയായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ഒറ്റയ്ക്ക് എനിക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് ഡിപ്രഷനാവും എനിക്ക്. അപ്പോൾ അതാണ് ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം, എല്ലാം ഇതായിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, നമ്മൾ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കില്ല. പിന്നെ ആദ്യമായിട്ടാണ് പഠിക്കാൻ വരുമ്പോൾ അമ്മേനെയും കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ 11 o'clock ഒക്കെ ആയിട്ട് നമ്മളപ്പോൾ ഇപ്പോഴാണ് റീച്ച് ആയതുകൊണ്ട് നാളെ തൊട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ ബോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ ബെഡ്ഷീറ്റ് ഒന്നും എടുക്കാൻ പറഞ്ഞാട്ടോ, ഇവിടെ അതൊന്നും എടുത്തില്ല. എനിക്ക് അറിയത്തില്ലല്ലോ, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ ഇപ്പോൾ എന്റെ ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡൽഹി പോയതാണ്. ഡൽഹി പോയപ്പോൾ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലാണ്, ഡൽഹി പോയപ്പോൾ ബെഡ്ഷീറ്റ്സ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. കാരണം അവിടെ നമ്മൾ ഓൾറെഡി ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും ബെഡ്ഷീറ്റ്സ് മാറ്റാനൊക്കെ ആൾക്കാർ വരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ ഓർമ്മ എനിക്കില്ലായിരുന്നു. ബെഡ്ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വേണ്ട പറഞ്ഞതാ, ഞാൻ എന്തൊക്കെ പറഞ്ഞെടുത്തിട്ടതുകൊണ്ട്. പക്ഷെ എന്തോ എടുത്തു, പിന്നെ എന്തോ എടുത്തു, അതുകൊണ്ട് കുഴപ്പമില്ല. ലാസ്റ്റ് മൊമെന്റിലാണ് പോയി എടുത്തതാണ്. എടുക്കാവുന്നു. ഇപ്പൊ അവിടെ പോയിട്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തത് എത്രയോ നന്നായി. കാരണം ഇവിടെ പില്ലോ കവറും പില്ലും കട്ടിലും മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ബെഡ്ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ വേഗം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് കിടന്നു ഉറക്കം വരുന്നുണ്ട്. നാളത്തെ ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ വേഗം പോകട്ടെ. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ റൂമിലൊക്കെ എടുത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തൊന്നും റെഡി ആക്കിയിട്ടില്ല. ഇപ്പോഴത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെ കിടക്കുകയാണ്. രാവിലെ എല്ലാം ഫ്രൂട്ട്സ് എടുത്തിട്ട് കബോർഡിൽ വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. മമ്മിയാണ് പറഞ്ഞത് 2 ബെഡ്ഷീറ്റ് എടുത്ത് വെറുതെ വെച്ചോന്ന്. അപ്പം ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ആ 2 ബെഡ്ഷീറ്റ് ചെയ്തപ്പോൾ ഈ നമ്മുടെ വിരിച്ചിട്ടുള്ള 3 ബെഡ്ഷീറ്റ് ഞാൻ എടുത്തില്ലെങ്കിൽ ഇപ്പം പെട്ടായിരുന്നു ഗൈസ്. കാരണം ഇവിടെ പില്ലോ കവറും പില്ലോ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് മമ്മി സൂപ്പറായിട്ട് വിരിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ബോധിക്കാൻ ഒരു കാവി മുണ്ട് എടുത്തു, പപ്പടം മുണ്ട് എടുത്തു. ടാബ്ലറ്റും അത് രാവിലെ അവിടേക്ക് രാവിലെ എണീറ്റൂറിന് കഴിക്കാൻ വേണ്ടി അവിടെ വെച്ചതാട്ടോ. പിന്നെ ഞാനിവിടെ എന്തായാലും ഇവിടെ ചൂടാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് പുതയ്ക്കാൻ ചിലപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല മഴയായിരുന്നു ഫുള്ള്. പുതയ്ക്കാൻ എന്തായാലും എനിക്ക് വേണ്ടി തരില്ല. പിന്നെ നമ്മൾ ഓൾറെഡി അവിടുന്ന് ഫ്രഷ് ആയിട്ട് തലേക്ക് വന്ന് നനച്ചെല്ലാം ഫ്രഷ് ആയിട്ട് കാറിൽ കയറി ഇരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഫ്രഷ് ആവുന്നൊന്നുമില്ല. ഞാൻ ഈ ഒരു ഡ്രസ്സ്, പിന്നെ അതിൽ ബാത്റൂമൊക്കെ പുറത്താണ്. പിന്നെ ഇപ്പം നമ്മുടെ റൂമില് വാഷ്റൂം ഇല്ലാട്ടോ. എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൂമിൽ വാഷ്റൂം വേണമെന്നുള്ളതാണ്. റൂമിൽ എനിക്ക് വാഷ്റൂം വേണമെന്നാണ് കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ റൂമിലില്ല, പുറത്താണ്. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വന്നപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ഹോംലി ഫീല്, നമ്മൾ ഇരിക്കുന്ന അവിടെ അടിപൊളിയാക്കാന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ 10 മണിക്കാണ് ക്ലാസ്. എല്ലാം എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് പറയാട്ടോ. എല്ലാം സക്സസ് ആയിട്ട് നടക്കട്ടെ.
പിന്നെ കോളേജിന്റെ കാര്യം ചോദിക്കട്ടോ. കോളേജിൽ എന്തായാലും ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ പോണത്. എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എക്സാംസിനും കാര്യങ്ങളൊക്കെ പോകും. കോളേജും ഡിഗ്രിയും ഇതിനൊപ്പം നോക്കുന്നുണ്ട്. എല്ലാം ഇതൊന്നും ഇത്ര പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. പക്ഷെ ഇനി ഇരുന്നാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ചെയ്യണത് അപ്പം എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊന്നും ഇപ്പം എൻ്റെ മനസ്സിൽ പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ചെയ്യണം ഇപ്പം എത്ര വട്ടം. പക്ഷെ പെട്ടെന്നല്ല, നമ്മളുടെ ലൈഫ് പെട്ടെന്നാണല്ലോ ചേഞ്ച് ആവുക. ഇനി ഇരുന്നാൻ പറ്റത്തില്ല. കാരണം അതെ, ഇനി ഇരുന്നാൻ പറ്റത്തില്ല. കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കാരണം ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടിയല്ല. അപ്പോൾ എന്തായാലും ഇനി സംസാരിച്ചിരുന്നാൽ പറ്റത്തില്ല. കിടക്കട്ടെ. ഞാൻ ഉറക്കം വരുന്നില്ല, എന്നാലും കിടക്കട്ടെ. നാളെ നേരത്തെ ഇരിക്കണം. പക്ഷെ അമ്മയ്ക്കും അതായിരുന്നു ഇപ്പോഴും കിടക്കുമ്പോൾ നമുക്കൊരു മൂടുകൾ ചിറങ്ങുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അപ്പോൾ മമ്മിയും എല്ലാം കിടന്നിട്ടുണ്ട്. പപ്പടെല്ലാം നോക്കിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മമ്മി കിടക്കട്ടെ. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്കും കിടക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. അപ്പോൾ റെഡിയായി. പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ പ്രവർത്തികൾ. എല്ലാം പുതിയതാണ്. നേരെ നോക്കി പോയിട്ടോ കേട്ടോ. എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അവിടെ കുറച്ചങ്ങോട്ട് ദൂരമുണ്ട്. പിന്നെ ഞാനിങ്ങോട്ട് ഒറ്റയ്ക്ക് വരണം. പിന്നെ ഉണ്ണി ലഞ്ചൊക്കെ ആയിട്ടാണ് പോകുന്നത്. വൈകുന്നേരത്തെ വരുള്ളൂ. പഠിക്കാനാണ് കേട്ടോ. ഇനി നിങ്ങൾ എന്തിനാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ലാസ്റ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണെന്നൊക്കെ. എന്തായാലും കഴിയട്ടെ, കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ എന്തായാലും ലഞ്ചാക്കി തരാം. ഞാൻ ആക്കി കൊടുത്തോട്ടോ. എന്താ വെച്ചാ അമ്മ വന്നോണ്ടില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഓടി നടന്ന് ചെയ്തു. ഇപ്പൊ എനിക്കൊന്നും അറിയട്ടെ. ഞാൻ വന്നു പോകുന്നു വന്നു. ഇവൻ ഊബർ അടക്കം മമ്മിയാണ് എനിക്ക് എല്ലാം വിളിച്ച് സെറ്റാക്കി. അത് ഇവിടുത്തെ ഹോസ്റ്റലിലോ അവരോട് പറഞ്ഞപ്പോൾ അവര് റെഡിയാക്കി തന്നു. വേറെ ഹോസ്റ്റലിലും പാലത്ത് ഇങ്ങനെ ഈ ഊബറിന്റെ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മളുടെ ഫോണിൽ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയോ ഒന്നും വന്നിട്ടില്ല. പിന്നെ അതുമല്ല എന്താ അപ്പുറത്തെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഹോസ്റ്റലും കൂടെ ഉണ്ട് കേട്ടോ. അവിടുന്ന് കുട്ടികളുണ്ട്. ഇന്നൊരു ദിവസം മാത്രമേ അതിൽ പോകണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ പോവാം. ഫസ്റ്റ് ദിവസത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഓക്കെ, ശരി, പോയിട്ട് കേട്ടോ. എന്നാൽ എല്ലാവരും ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ശരി. ഓ മമ്മി, എനിക്ക് എൻ്റെ ലഞ്ചാക്കി ഈ ബോട്ടിൽ എന്തെങ്ങനെ വെച്ചിരിക്കുന്നു? വീണു പോവോ? ഇല്ല, ഞാൻ സെറ്റ് ആയിട്ടില്ല. ഞാൻ വെച്ചെടുത്തു. ഈ ബോട്ടിലില്ലേ, ഇത് എവിടെ പോകുമ്പോൾ അവളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇത് ബോട്ടിലും ചോറും കൊണ്ടുപോകാനാണ് ബാഗ്. ഒരു ബുക്കും കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മനയത്തൊന്നുമില്ല. അതുള്ളിക്കൊക്കെ എന്തേലൊക്കെ ചെയ്യാം. നാളെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം. വാവയാണ് ചെന്നെ പറഞ്ഞിട്ട് തന്നെ ടെൻഷനാക്കും. എന്തിനും ആളെ ഓക്കെയാണ്. ശരി, ഇതെടുത്തു. ഇനി എന്താ, ഇതൊക്കെ അവൾ പോയിട്ട് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. അതൊക്കെ മടക്കി വയ്ക്കുകയൊക്കെ വേണം. ഇന്നലെ ആ തലേണ കിടന്നിട്ട് തലേണ അങ്ങനെ കല്ല് പോലെ ഉണ്ട്. ഈ കഴുത്തൊക്കെ വേദനയ്ക്ക്. ഞാൻ എന്നിട്ട് ഉണ്ണിയുടെ ഒരു ബാഗ് വെച്ചിട്ടാണ് കിടന്നത്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഒക്കെ അങ്ങനെ മറിച്ചിട്ടിരിക്കുമോ. ഇവിടെ 3 പേർക്ക് കിടക്കുന്നതാണ്. പക്ഷെ അപ്പോൾ ടാറ്റ ഹായ്. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നാ പറഞ്ഞേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാനാ പറഞ്ഞേ. പുറത്തേക്ക് നിന്നോ. ആൻറ്റി ബൈ. ഇന്ന് അവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഓർമ്മയിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ആൻറ്റി ബൈ എന്ന് പറഞ്ഞിട്ട് വന്നു. വീട്ടിലും ഇങ്ങനെ തന്നെയാ പറയുക. ഇറങ്ങി നിൽക്ക്. കോട കൈ കാണിച്ചു. ഉണ്ണി പോയിട്ടോ. ഇനി ഉണ്ണി വരുന്ന വരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, എന്നാലും ഇങ്ങനെ ഇരിക്കണം. വാകുട്ടി വിളിച്ചിട്ടില്ല. വാകുട്ടീനൊന്ന് വിളിക്കട്ടെ. ഞാൻ ഉണ്ണിയോട് പറഞ്ഞതാ. എനിക്കും പിന്നെ ഉണ്ണിക്കിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ ഉണ്ണിക്ക് പറ്റുന്നില്ല. പിന്നെ ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ വിട്ടൊക്കെ നിൽക്കുന്ന വെച്ചിട്ടാണ് ഞാനും വന്നേ. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വെച്ചിട്ടാണ്. ഈ വാക്കുട്ടീനൊക്കെ ഒന്ന് വിളിക്കട്ടെ. ഞാൻ തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കഴിച്ചു. ഇനി ഞാൻ ഇവിടെ കഴിക്കട്ടെ. എന്നിട്ട് പിന്നെ ഇന്നലെ വണ്ടിയിലൊക്കെ വന്നിട്ട് അതുകൊണ്ട് നല്ല ശരീരമൊക്കെ വേദനയൊക്കെ ഉണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്
കുറച്ചേരം കിടക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ ഓൾറെഡി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അറ്റൻഡ് ചെയ്തു. ഇന്നലത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ക്ലാസ്സും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. മമ്മിക്കും ഇവിടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ അപ്പുറത്തൊക്കെയുള്ള റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല എല്ലാവരുമായിട്ട് കമ്പനിയായി. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എനിക്ക് രാവിലെയാണ് പോകേണ്ടത്. ഞാൻ എന്നിട്ട് വൈകിട്ടേണ് വരത്തുള്ളൂ. മമ്മി ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമായിരിക്കും കേട്ടോ. ഞാൻ വരുമ്പോഴത്തേന് എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഇഷ്ടം. മമ്മി എനിക്ക് വേണ്ടിയിട്ടല്ലേ വന്നേ, കാരണം എനിക്ക് മര്യാദയ്ക്ക് ഇത് അപ്പുറത്തപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്ന പോലെ വെറുതെ എനിക്ക് ഇരുന്നാൽ മതി. പക്ഷേ ഞാൻ മമ്മീനെയും വലിച്ചു കൊടുന്ന് ഇതാക്കി. അപ്പോൾ മമ്മിക്ക് വാക്കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ, പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടേന്ന് വിചാരിച്ചാൽ അതും ആലോചിച്ച് ടെൻഷൻ. അതുകൊണ്ട് എനിക്ക് മമ്മി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ അയ്യോ മമ്മി ഒറ്റയ്ക്കല്ലേ എന്നുള്ള ടെൻഷൻ. എല്ലാവരുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ അറിയാം കേട്ടോ, എല്ലാവരും അറിയുന്നവർ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പാലത്തുള്ളതിനെക്കാട്ടിലും കൊച്ചിയിലുള്ള എറണാകുളമുള്ള ആൾക്കാർക്ക് അറിയുന്ന എല്ലാവരും കുറേ പേര് എന്താ ചോദിച്ചു. പിന്നെ മമ്മീനെ കുറേ പേര് ചോദിച്ചു മമ്മിക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ക്ലാസ്സിന് പോകുന്ന അവിടെയാണെങ്കിലും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത്രയും ഞങ്ങൾ ഒരു ദിവസമേ ആയിട്ടുള്ളൂ കമ്പനിയായിട്ട്. പക്ഷെ ഒരു ദിവസം പോലെ അല്ല കേട്ടോ, കുറേ ദിവസം നമ്മൾ ഓൾറെഡി കമ്പനിയിലുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യണ പോലെ ആയിരുന്നു മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും എനിക്ക് മരുന്ന് ഒന്ന് പറയണേ. പിന്നെ മമ്മിക്കാണെങ്കിൽ ഇപ്പൊ മമ്മിയാണ് ചെവി കാണിച്ചില്ലേ ഇപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ മമ്മി എനിക്ക് ആക്കി തരുന്നത്. അപ്പം ഇന്നലെ ആള് ഉഷാറായി, ഒരു വരികയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം രാവിലെ ലഞ്ചൊക്കെ ആക്കി തന്നു. കുളിച്ച് റൂമൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മമ്മിക്ക് ചെവി വേദന കാണിച്ചപ്പോൾ 7 മണിക്ക് എന്തോ ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അത് കഴിച്ചതിന് ശേഷം മമ്മിക്ക് നീക്കാൻ കൂടെ വയ്യ. എന്നാലും ഭാവി നീറ്റ് എനിക്ക് ലഞ്ചാക്കി തരും. അത് ചെയ്ത് കൊടുത്തിട്ട് കിടക്കട്ടുന്നുണ്ടോ നല്ല ഒരു വയ്യ കേട്ടോ. ആക്കി തന്നിട്ട് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ കിടക്കാമല്ലോ. കഴിക്കുക. അപ്പോൾ തന്നെ ഉണ്ട് ചോറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറികളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാറാണ്, അത് ഞാൻ ഇതിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഞാനൊന്ന് പോയിട്ട് റെഡി ആവട്ടെ. അപ്പോഴത്തേനും അവിടെ കറി അതെ ഒന്നും കിട്ടാതായപ്പോൾ തന്നെ എടുത്ത് വന്നിട്ടാണ്. അവിടെ ഉണ്ട് വേറെ ബോക്സൊക്കെ ഉണ്ട്, തിരക്കിലൊന്നും കിട്ടാത്ത അവർക്ക് കഴിക്കിട്ട. എനിക്കാണ് മെല്ലെ കഴിച്ചാലേ പറ്റത്തുള്ളൂ. അതെ ഒന്ന് ഞാൻ കഴിക്കുമ്പോൾ പോയിട്ട് റെഡി ആയിട്ട് തരാം. വീട്ടിൽ മുന്നിൽ തന്നെ എവിടെയെങ്കിലും വന്നാൽ ഈ സ്വഭാവത്തിനൊരു മാറ്റില്ല കേട്ടോ. അവർ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയിട്ടുമില്ല. ആ വെള്ളം കൂട്ടിൽ കൊണ്ടുപോകണം തന്നെ ഞാൻ സമ്മതിച്ചു. പെന്നെടുത്തോ? നോട്ട്ബുക്ക് അതിൽ കൊള്ളുന്നതിനില്ല. ഇന്നലെ കുട മഴ പെയ്തു. ഇന്നലെ കുട വാങ്ങിച്ചതാ. നല്ല കളർ കേട്ടോ കുട. ഇനി പോയിട്ടാണ് വാക്കുട്ടീനെ വിളിക്കും. ദൈവ നോക്കിപ്പോ. ചോറ് ഇത് പൈസ ഉണ്ടോ ചില്ലറ? അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടല്ലോ, പുറത്തുണ്ടാവും. നോക്കിപ്പോട്ടാ. ഇനി ഇവിടെ 2-3 കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് നേരത്തെ പോയിരിക്കാന്നാ തോന്നുന്നത്. ബൈ. പൈസ ഉണ്ട് ചില്ലറ? ഇവിടെ നാളെ പോകാനറിയോ? ഇന്നലെ ഓട്ടോ വിളിച്ച് പോയത് അറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ അപ്പുറത്തെ ഹോസ്റ്റലിൽ 2-3 കുട്ടികളുണ്ട് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെ. അത് പോയി കാണിച്ചു തരാം. ചേട്ടാ ഇതുണ്ട്. ഇന്നലെ ഞാൻ വൃത്തിയാക്കിയ റൂമിന് ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പോവാനുള്ളൊരു അങ്കാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വൃത്തിയാക്കി വെക്കട്ടെ. എന്നിട്ട് പിന്നെ എനിക്ക് മരുന്ന് കഴിച്ചിട്ട് കഴിക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനും വേഗം ഒന്ന് പോയിട്ട് കുളിച്ചു കേട്ടോ. തല നനച്ചില്ല, കാരണം ഇവിടുത്തെ വെള്ളമൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ ഒരു 7 മണിക്കുണ്ട് കഴിക്കേണ്ട ഒരു ഗുളികയുണ്ട്. അത് കഴിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു നല്ല ഡോസൊക്കെ ഉണ്ടാവും.
അത് കഴിച്ചപ്പോൾ രാവിലെ ഒന്നും കണ്ണ് മുഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇതാ തോന്നുന്നു. പിന്നെ കുട്ടി പോകുമ്പോൾ അങ്ങനെ കിടക്കാനും പറ്റില്ലല്ലോ, അത് വെച്ചിട്ട് എണീച്ചു. ഇന്നലെ ഇവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിലെ കുട്ടികളിനൊക്കെ പരിചയപ്പെട്ടു. നല്ല കുട്ടികൾ 3 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റി ഞാനൊരു വ്ളോഗിൽ കാണിച്ച ഒരാൾ തൃശ്ശൂരൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ നമ്മളെ അറിയാം. എന്നിട്ട് പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അതാണ് നല്ല ഒരിത്. എൻ്റെ മൈൻഡൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എനിക്ക് അവിടെ നിന്ന് വിട്ട് നിന്നപ്പോൾ ചെറുതായിട്ടൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു മാറ്റമുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന പോലെ ഒരിതല്ല, ഒരു മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് മൈൻഡൊക്കെ ഒന്ന് ഡൗൺ ആവുമെങ്കിലും ഇടയ്ക്കൊക്കെ ഞാനങ്ങനെ ഓക്കെ ആവാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കുട്ടികളെ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ ഞാൻ എന്തായാലും അയ്യോ ചെവിയിൽ ഒഴിക്കാൻ ഒരു മരുന്നുണ്ടായിരുന്നു, ഉണ്ണി പോകുമ്പോഴത്തേനും ഒഴിച്ചു തരാൻ പറയാൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഉണ്ണിയുടെ ബെഡൊക്കെ വിരിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എല്ലാം വിരിച്ചിട്ടു കേട്ടോ. ഇനി ഞാൻ താഴെ ഒന്ന് അടിച്ചങ്ങ് താഴത്തേക്ക് ആക്കി കൊടുത്താൽ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, അവരങ്ങ് അടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഞാനിനി എന്തായാലും ഒന്ന് കഴിക്കട്ടെ കേട്ടോ. എന്തെങ്കിലും ഇഡലി എന്നാണ് തോന്നുന്നത്. കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിക്കേണ്ട, കാരണം മരുന്നിൻ്റെ ഡോസ് ശരിക്കും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഉണ്ണിപ്പാവം ഇവിടുന്ന് അപ്പുറത്തെ ഹോസ്റ്റലിലെ കുട്ടികൾ കലൂർ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ബസ് ഇവിടുത്തെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ബസ്സൊക്കെ വരണത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ക്ലാസ്സിക്ക്. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരുന്നാലും പറ്റില്ലല്ലോ, നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അപ്പം അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴാണ് അങ്ങനെ വാവക്കുട്ടി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച ഉടനെ അങ്ങനെ കരയുണ്ടായിരുന്നു കേട്ടോ. എന്തോ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുണ്ടായിരുന്നേ. എന്നെയാണ് എന്തോ കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് സങ്കടം സഹിക്കാണ്ട് എന്നെ അപ്പം തന്നെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു. കുട്ടി നിർത്തണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭാഗമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അച്ഛ പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് അപ്പോൾ ഒന്ന് വെറുതെ വീഡിയോയിൽ അങ്ങനെ വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പാവം തേങ്ങി കരയുക, നിർത്തണേ ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു നഷ്ടം വന്നപ്പോഴാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ പേടി പിടിച്ചു. അപ്പം അതുകൊണ്ട് അവൾ എന്തോ എന്നെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കുട്ടിക്ക് നിർത്താതെ കരയാണ് കേട്ടോ. പോട്ടടാ കയ്യണ്ടതാ ഒരു നിമിഷം കരയണ്ട. സ്വപ്നം കണ്ടിട്ട് കരയണം. എന്താ ബാബുട്ടി ഇങ്ങനെ കയ്യണ്ടട്ടാ പാച്ചി പൊന്ന. ഇതെന്താ കയ്യണ കയ്യണ്ട അച്ചോ പോട്ടെ കരയണ്ടേ പൊന്ന. മമ്മി പേടിച്ചു പോയി ഇങ്ങനെ വിളിച്ചപ്പോ. അയ്യോ നിങ്ങട് വായോ, ഇല്ലേ മമ്മി വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. ഒരു ദിവസത്തില്ല, ഇത് 2-3 ദിവസത്തെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് ഇത് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. കാരണം ഇവിടെയുള്ള നമ്മൾ ഹോസ്റ്റലിൽ ഒരു PG പോലെയാണ്, ഒരു വീട് പോലെ തന്നെയാണ് കേട്ടോ. കിച്ചൺ, ഡൈനിങ് ഹാൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ റൂംസിലുള്ള ഞാനും മമ്മിയും ഒരു റൂമിലാണ്. അവിടെ ശരിക്കും 3 പേർക്ക് കിടക്കേണ്ട ഒരു ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ 2 പേരുമാണ്.
അങ്ങനെ ഓരോ റൂംസിലും അങ്ങനെ മൂന്ന് ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല അടിപൊളി, എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര കമ്പനി. ഓൾറെഡി ഒരു ചേച്ചിക്ക് നമ്മൾ അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കമ്പനിയായി, ഒരു ഫാമിലി പോലെ തന്നെയായി. മമ്മിയും ഇവിടെ ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും, ഇവർ രണ്ടുപേരും നമ്മുടെ അമ്മമാരുടെ പോലെ ഭയങ്കര കെയറിങ് ഒക്കെ ആയിട്ട്. ചേച്ചിമാർക്കും അതെ, ചേച്ചിമാർ പറയാ വീട്ടിൽ നിന്ന് അമ്മയെ കൂടുന്ന ഫീൽ എന്ന് മമ്മീനെയൊക്കെ കണ്ടിട്ട്. അപ്പം എന്തായാലും അപ്പം അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ അവരൊക്കെ ആഡ് ചെയ്തിട്ട് അവരിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ഇടാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.